നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ന് മറ്റൊരു ബ്രസീലിന് പുറമെ ഇംഗ്ലണ്ട് എന്ന വമ്പനും കൂടി പ്രീ ക്വാർട്ടറിൽ കളിക്കാൻ ഇറങ്ങുകയാണ്. ഇന്ന് എന്ന് പറഞ്ഞാൽ നാളെ പുലർച്ചെ 5:30 ഇന്ത്യൻ സമയം 5:30 കളി നടക്കുന്നത്. ഇംഗ്ലണ്ട് ശക്തരായ മെക്സിക്കോക്കെതിരെയാണ് കളിക്കുന്നത്. കഴിഞ്ഞ കളി നമ്മൾ ഓർക്കുന്നുണ്ടാവും. കോങ്കോക്കെതിരെ ഇംഗ്ലണ്ട് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് 2-1. ഹാരി കെയ്ൻ്റെ അത്യുജ്വല 2 ഗോളുകൾ, അവരുടെ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ്റെ അത്യുജ്വല 2 ഗോളിലാണ് ഇംഗ്ലണ്ട് രക്ഷപ്പെട്ടത്. അതൊരു രക്ഷപ്പെടൽ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ മെക്സിക്കോ ആണ്. മെക്സിക്കോ അതിഗംഭീര ഫോമിലാണ് ഈ ലോകകപ്പിൽ, അത്യുജ്വല ഫോമിലാണ്. അവരെ മറികടക്കുക അത്ര എളുപ്പമായിരിക്കില്ല ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം. ഇംഗ്ലണ്ടിൻ്റെ നിലവിലെ ഫോം വെച്ചിട്ട് അവർ അത്ര മികച്ച ഫോമിലല്ല. അവർക്ക് വലിയ മികച്ച കളിക്കാരുണ്ട്. റൈസ്, ബെല്ലിംഗ്ഹാം, ബുക്കായോ സാക്ക ഒക്കെ പോലെ മികച്ച കളിക്കാരുണ്ട്. പക്ഷേ എന്നിട്ടും അവർ ആ ഒരു കളിയുടെ നിലവാരത്തിലേക്ക് ഇതുവരെ വന്നില്ല. ക്രൊയേഷ്യക്കെതിരായ ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ ഗംഭീരമായി കളിച്ചു. 2-4 ഗോളിന് ഇംഗ്ലണ്ട് ശക്തരായ ക്രൊയേഷ്യ തോൽപ്പിച്ചു. അതിനുശേഷം അവർ നിറം മങ്ങിപ്പോയി. അപ്പോൾ ഈ മെക്സിക്കോക്കെതിരെ കളിക്കണമെങ്കിൽ സർവ്വശക്തിയും എടുത്ത് കളിക്കേണ്ടി വരും. മെക്സിക്കോ അത്യുജ്വലമായിട്ടാണ് കളിക്കുന്നത്. മെക്സിക്കോയ്ക്ക് കിനോനസും ഹിമനസും ഒക്കെ നല്ല അത്യുജ്വല ഫോമിലാണ്. അവരുടെ ആ 17 വയസ്സുകാരൻ മോറ ഒക്കെ എന്താ കളി. അപ്പോൾ അതുകൊണ്ട് മെക്സിക്കോയുടെ മുന്നിൽ പതറുമോ ഇംഗ്ലണ്ട് എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, തോറ്റാൽ ലോകകപ്പിൽ നിന്ന് പുറത്താണ്. മെക്സിക്കോ അത്ര ചെറിയ ടീമല്ല, ചെറിയ മീനേ അല്ല മെക്സിക്കോ. നല്ലവണ്ണം സൂക്ഷിച്ചില്ലെങ്കിൽ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ അട്ടിമറിക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സരം എല്ലാ ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ആര് ജയിക്കുമെന്ന് നമുക്ക് അവസാന നിമിഷം വരെ അതിൻ്റെ ത്രില്ലിംഗ് ഗെയിമായി മാറട്ടെ. ഒരു ത്രില്ലറിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റട്ടെ.